രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇതിന് പുറത്ത് എത്ര വില ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതാണ് 4ാമത്തെ ഐറ്റം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ നമ്മൾ ഹോം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് 200 രൂപയ്ക്ക് താഴെ വരുന്ന കുറച്ച് കിടിലൻ ഐറ്റംസ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും വീട് സുന്ദരമായിട്ട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ് കേട്ടോ ഇത് വന്നിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തെല്ലാം വെച്ചേക്കുവാണ്. ഇതുപോലെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷ ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭംഗിക്കൊക്കെ വെക്കാൻ പറ്റുന്ന ക്യാൻഡിൽ പോലെ തോന്നുന്ന ഒരു ലൈറ്റാണ്. ഇത് വന്നിട്ട് 6 എണ്ണമാണ് ഒരു സെറ്റിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഓഫായി. ഇത് മറ്റേ കുഞ്ഞ് ബാറ്ററി ഇല്ലേ, അതിൽ വർക്ക് ചെയ്യുന്നതാണ് സംഭവം. അപ്പോൾ ഇത് ഓൺ ചെയ്താൽ കണ്ടോ, നല്ല ഭംഗിയില്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 150ക്ക് താഴെ എന്തോ വരുന്നുള്ളൂ. 6 എണ്ണമാണ് ഒരു സെറ്റിൽ വരുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ സാധനങ്ങളും 200 രൂപയിൽ താഴെയാണ്. മാക്സിമം 100 രൂപ ആ ഒരു റേഞ്ച്, 100, 150 ആ ഒരു റേഞ്ചാണ് എല്ലാം വരുന്നത്. അപ്പോൾ എല്ലാ തവണയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റിക്ക് എന്ത് ബാഗിൻ്റെ സീരീസ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി എന്ത് കാണിക്കുന്ന ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് ഹോം ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ഐറ്റംസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതെല്ലാം ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ 6 എണ്ണം വരുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം വന്നിട്ട്. ഇനി സെക്കൻഡ് ഐറ്റം എന്താ കാണിക്കാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഐറ്റം വന്നിട്ട്. ഞാൻ ഈ ലൈറ്റ് എല്ലാം കൂടി അതിനുള്ളിൽ ഇട്ടതാട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു ലൈറ്റ് കത്തുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ടീപ്പോയുടെ പുറത്തും ഒക്കെ വെക്കാൻ പറ്റും. ഇതിൽ നിങ്ങളൊരു കുഞ്ഞ് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് അടിപൊളിയായി. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇരിക്കും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഷോ പീസാണ്. ഇതിൻ്റെ പ്രൈസും ഏകദേശം 140ക്ക് നല്ലൊരു ഐറ്റമാണ്. നമ്മൾ കടയിൽ പോയാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത് കിട്ടും എന്നുള്ളത്. ഒരു എന്താ പറയുക, ഭയങ്കര ഓവറും അല്ല, ഭയങ്കര സിമ്പിളായിട്ടുണ്ട്, കൊള്ളാം. അപ്പം മീഷോ അടിപൊളിയാണ് എന്ന് എപ്പോഴും എന്നെക്കൊണ്ട് പറയിക്കുന്ന ഇങ്ങനെ ഒരു സംഭവങ്ങളാണ് കേട്ടോ. നമ്മൾ 2 ഐറ്റംസ് കണ്ടു. ഇനി 3ാമത്തെ ഐറ്റം നമുക്ക് മെയിനായിട്ട് എവിടെ വെക്കാൻ പറ്റും, നമ്മുടെ അടുക്കളയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ നല്ലൊരു ഭംഗിയുള്ള അടുക്കളയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ വരുന്ന ഒരു നല്ല കോട്ട്സൊക്കെ എഴുതിയിട്ടുള്ള 4 പീസ് സെറ്റാണ് ഇത്. എന്താ പറയുക, കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെക്കാനാണ്. ബേക്ക്ഡ് വിത്ത് ലവ്, പിന്നെ ലെറ്റ്സ് കുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് നല്ല കോട്ട്സ്, ജസ്റ്റ് ചിൽ വിത്ത് ഇറ്റ്, പിന്നെന്താ മൈ കിച്ചൺ മൈ റൂൾസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കോട്ട്സ് നമുക്കിങ്ങനെ 4 എണ്ണം അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും, 4 എണ്ണം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എനിക്കിത് ക്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. 150 റുപ്പീസ് സംതിങ്ങേ ഉള്ളൂ. ഇത് കാർഡ്ബോർഡാണ്. ജസ്റ്റ് ഭയങ്കര ആ ഒരു പ്രൈസിന് അതിൻ്റെതായിട്ടുള്ള ഇത് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒത്തിരി പ്രതീക്ഷ കൊടുക്കരുത്. എന്നാലും 4 കളേഴ്സിൽ വരുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് വാങ്ങിയത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് 4ാമത്തെ ഐറ്റം. ഇത് ഇപ്പോൾ ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് കേട്ടോ. അതിന് ഏറ്റവും വില കുറവും അതിനാണ്. 110 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇതിന് പുറത്ത് എത്ര വില ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതാണ് 4ാമത്തെ ഐറ്റം. ഫുള്ളിങ്ങനെ വന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും. ഞാനിവിടെ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ഒരു ലെങ്താണ് ഇത് വരുന്നത്. ഇതിന് 110 രൂപയാണ്. നല്ല പ്രിൻ്റ്, എന്താ പറയുക, പ്രിൻ്റ് വരുന്ന കാർഡ്ബോർഡിൽ ചെയ്തിട്ടുള്ള എന്താ പറയുക, ആരോ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഡ്രീം ക്യാച്ചർ പോലെ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റിക്കറാണ് സംഭവം, എന്നാലും ആ ഒരു ഈവിൾ ഐയൊക്കെ വന്നിട്ട് ഭയങ്കര കണ്ണുപെടാതിരിക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. അത് മാത്രമല്ല നമ്മുടെ ചുമരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ളൊരു സാധനം. ഇത് കാണിക്കുന്നതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ള വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് 4ാമത്തെ അല്ലേ നമ്മൾ കാണിച്ചത്. ഇനി 5ാമത്തെ ഒരു ഐറ്റം കാണിക്കുന്നത്, ഇത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കണം, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ജസ്റ്റ് 170 150 ആ ഒരു റേഞ്ചിൽ വരുന്നുള്ളൂ.
ഇങ്ങനൊരു സംഭവം ചില ചുവരുകളിലൊക്കെ തൂക്കി. ഇതാ ഇവിടെ നമുക്ക് ഒരു എന്ത് വെക്കാം, ഒരു കുഞ്ഞു പ്ലാന്റ്സോ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെക്കാം. അത്യാവശ്യം കട്ടിയുള്ളൊരു സംഭവമാണ്, ത്രെഡിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അറിയാൻ പറ്റില്ല കേട്ടോ, വേറൊരു കളർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് 150 റുപ്പീസിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സംഭവം കൊള്ളാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വാങ്ങിയത് ഒരു ചെറിയൊരു സംഭവമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഷോപ്പ് ഇങ്ങനെയുള്ളതൊക്കെ കിട്ടും. എന്നാലും ഞാൻ മീഷോയിൽ വാങ്ങി നോക്കിയത് എന്താ കൊള്ളാമോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ വന്നപ്പോൾ ഇതിന് ചെറിയൊരു ചളുങ്ങലുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ആക്കിയപ്പോൾ ശരിയായി, സെറ്റായി. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റാന്തൽ. ഞാൻ എവിടെ പോയപ്പോൾ കോഴിക്കോട് പോയപ്പോൾ അവിടെ മിഠായി തെരുവിൽ സംഭവം അന്ന് 100 എന്തിനോ ആയിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ വാങ്ങിയൊരു ക്യാൻഡിൽ സംഭവം ഉള്ളത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് കറക്റ്റാണ്. അതാ ഇത് ഞാനിങ്ങനെ എടുത്ത് ഇതിനുള്ളിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇതിന് പറഞ്ഞ് ചെയ്യിച്ച ക്യാൻഡിൽ പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് വെക്കാം, ഒരു ഭംഗിക്ക് ഇവിടെ വെക്കാം, അല്ലേ എവിടെ വേണമെങ്കിലും വെക്കാം. കളർ ഞാൻ ബ്ലാക്കാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ കിട്ടിയത് റെഡാണ്. നമുക്ക് നോക്കാം. ബ്ലാക്ക് ആയാലും വൈറ്റും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. വൈറ്റ് ആയാലും റെഡ് ആയാലും എല്ലാം ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാ കളേഴ്സും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ റാന്തൽ? ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു സംഭവം. ഇനി അടുത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ്. ഇത് ഞാൻ പക്ഷേ കുറച്ചുകൂടെ പ്രതീക്ഷ വെച്ചൊരു സാധനമായിരുന്നു. ഇതിലിങ്ങനെ ഇതുപോലെ 4 സംഭവമാണുള്ളത്. ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം. വന്നപ്പോൾ ഇങ്ങനെയാണ്. ഇത് നമുക്കിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. വലിയ തിക്നെസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കിതിൽ ഭയങ്കര കുറച്ച് കനമുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. ഇത് വോളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ വെക്കുന്ന സംഭവമാണ്. ഇതുപോലെ 4 എണ്ണമാണ് ഇതിൽ വരുന്നത്. ഉണ്ടോ, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൽ വരുന്ന എന്തെങ്കിലും ചെറിയ പോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഭംഗിക്കെടുത്ത് വെച്ചതാണ്. ക്യാൻഡിൽ തന്നെ വെക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം. പക്ഷേ വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങൾ വെക്കുവാണെങ്കിൽ ഓക്കെ ആണ്. കണ്ടോ, നമുക്ക് 2 ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാളിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. വലിയ തിക്നെസ് ഇല്ലാത്ത കാർഡ്ബോർഡിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 170 180 സംതിങ് എന്തോ ആണ്. 170 ഇല്ല. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഞാൻ കൊടുക്കാം കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തിക്നെസ് ഉള്ള സംഭവങ്ങളായിരിക്കും എക്സ്പെക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ 4 എണ്ണം ഉണ്ട്. ഇതൊരു കോംബോ പോലെ വരുന്നു, ചെയ്യാൻ പറ്റിയ വേറൊരു സംഭവമാണ്. കുഷൻ കവേഴ്സ് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ബാക്കിലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, ആനയുടെ പ്രിൻസൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കുഷൻ കവർ. ഞാനിത് ആമസോണിൽ കണ്ടപ്പം കുറച്ച് വില കൂടുതലായിരുന്നു. അപ്പോൾ ഇതേ സംഭവം ഞാനിങ്ങനെ മീഷോയിൽ നോക്കിയപ്പം 200-നുള്ളിൽ കിടക്കുന്നതാണ്. ഞാൻ ഇത് 200 ഉള്ളല്ലോ, സംഭവം കൊള്ളാലോ. 5 പീസാണ് ഇതിൽ വരുന്നത്. 5 പീസ്, ഒരെണ്ണം ഞാൻ അവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണമാണേ. ഇത് എൻ്റെ ഇത്രയും ഈ ഒരു സൈസ്, ഈ കുഷൻ കറക്റ്റാണ് ഇതിന്. അപ്പോൾ കുഷൻ മേടിച്ചാലേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സംഭവം. അപ്പോൾ അതിൽ ബാക്കി 3 എണ്ണം ഈ ഒരു പ്രിൻസിൽ വരുന്നതാണ്. കുഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വെച്ച് കാണിച്ചു തരാമായിരുന്നു. കുഷൻ മേടിച്ചില്ല, ഞാൻ മേടിക്കണം. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രിൻ്റ്. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകൾ. ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന സംഭവം കേട്ടോ. ഇതൊരു നമ്മുടെ ഒരു സെറ്റിയിൽ ഇതുപോലെ 5 എണ്ണം നല്ല ഭംഗിയായിട്ട് കുഷനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ 5 പീസ്. നല്ല മെറ്റീരിയലാണ്, നല്ല ഭയങ്കര തിക്ക് മെറ്റീരിയലല്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഭയങ്കര തിന്നായിട്ടുള്ളതും അല്ല, അത്യാവശ്യം സ്ട്രെച്ച് ഭയങ്കര സ്ട്രെച്ചബിളും അല്ല. ഇവിടെ ഇങ്ങനെ ഒരു സിബ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ കാണാൻ പറ്റുന്നു എന്നറിയില്ല. കുറച്ച് ഈ ഒരു കട്ടിക്ക് വരുന്നൊരു മെറ്റീരിയൽ. ഈ ഒരു സൈഡ് നല്ല സോഫ്റ്റ് തന്നെയാണ്, സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ
ഇതാണ് കുഷൻ കവേഴ്സ്. ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് വാങ്ങിയതല്ല, എന്നാലും കൊള്ളാം. ഇനി വന്നിട്ട് ഒരു 3 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. ഇത് നിങ്ങൾ ചിലപ്പം ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഇല ഉണ്ടോ, ഈ ഇല ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടോ, ഇങ്ങനെ 3 എണ്ണം നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് ഇങ്ങനെ ഹൈറ്റ് കുറച്ച് അതിൽ പിക്ചർ കൊടുത്തിരിക്കുന്ന പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലെങ്താണ് വരുന്നത്. എൻ്റെ ഈ ഒരു കൈയുടെ ഇത്രയും ലെങ്തിലാണ് വരുന്നത്. ഇത് കാർഡ്ബോർഡിലാണ്. ഇവിടെ 2 സ്റ്റിക്കർ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ലുക്ക് കൊടുക്കുന്ന പീസ്. ആ ഒരു വൈറ്റ് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന സ്റ്റിക്കറാണ് സംഭവം. എന്നാലും നല്ല ഗ്ലേസിങ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് കുറച്ചെന്ന് പറഞ്ഞാൽ 200 190 സംതിങ് അത്ര എത്തി അതിൻ്റെ. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി ഉണ്ട്, കുഴപ്പമില്ല, കൊള്ളാം. അയ്യോ കഴിഞ്ഞു, ഇനിയൊന്നുമില്ല കാണിക്കാൻ. ഏകദേശം എല്ലാം ഞാൻ കാണിച്ചു എന്ന് തോന്നുന്നു. യെസ്, കാണിച്ചു. ഞാൻ എക്സ്ട്രാ ആയിട്ട് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാവേ. ഇത് ഡെക്കറേറ്റീവ് ആയിട്ടൊന്നും അല്ല, എന്നാലും എനിക്ക് വേണ്ടി വാങ്ങിയൊരു സംഭവമാണ് ഇത്. ലഞ്ച് ബോക്സ്. ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ പ്രൈസ് വന്നിട്ട് 150 റുപ്പീസ് എന്തോ ആണ്. 150 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ 150 രൂപ കണ്ടിട്ട് വാങ്ങിയതാണ്. ഇപ്പോൾ ഇത് ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ കൂടെ കൂട്ടണ്ട, എന്നാലും ഞാൻ പറയുവാണ്, കാരണം ഈ ഒരു പ്രൈസിന് കിട്ടിയത് കൊണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് 2 സ്പൂണ് സംഭവങ്ങളുണ്ട്. ഒരു ഫോർക്കും ഒരു സ്പൂണുമായിട്ട് ഇതിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് നമ്മൾ തുറക്കുന്നത് കേട്ടോ. സൈഡിൽ തുറക്കുമ്പോൾ ഇങ്ങനെ 2 ഇത് 2 നമ്മുടെ കറികൾ കൊണ്ടുപോകാനായിട്ട് വരുന്നതാണ്. ഇതിൽ അത്യാവശ്യം നല്ല ഇതായിട്ടുള്ള അടപ്പാണ്. ചൂടുള്ള ഭക്ഷണങ്ങളൊന്നും നമുക്കിതിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ സ്നാക്സൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റിയൊരു ലഞ്ച് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം, സ്നാക്ക് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ 3ാമത്തെ കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു വലിയ കമ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. വലിയ തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 140 150 എന്തോ ഉള്ളൂ. 140 രൂപയ്ക്ക് എന്തോ സംതിങ് ആവുന്നുള്ളൂ. അപ്പോൾ അത്രയും വില കുറവായതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണ്, വേറൊന്നും വിചാരിക്കേണ്ട. എന്തായാലും എല്ലാ ഡെക്കറേറ്റീവ് ഐറ്റംസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളാണ് റിവ്യൂ ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ മാത്രമല്ല, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒത്തിരി സീരീസുകൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ, ബൈ.